ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പാഞ്ചാലിമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നടന്നുവരുന്ന 3 കോടിയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വനം വകുപ്പിന്റെ വിലക്ക്. നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭൂമിയുടെ ഒരു ഭാഗം വനം വകുപ്പിന്റേതാണെന്നാണ് അവകാശവാദം. ഇടുക്കി പാഞ്ചാലിമേട്ടിൽ ബോട്ടിംഗും ഫ്ലവർ ഗാർഡനും അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ 3 കോടി 20 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ബോട്ടിംഗ് ആരംഭിക്കാനുള്ള ചെക്ക് ഡാമിന്റെ പണികൾ നടന്നുവരുന്നു. ഇതിനിടയിലാണ് വനം വകുപ്പ് പണികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. വിനോദസഞ്ചാര പദ്ധതിക്കായി റവന്യൂ വകുപ്പ് വിട്ടുകൊടുത്ത സ്ഥലമാണിത്. ചെക്ക് ഡാം പണിയുന്ന സ്ഥലം വനം വകുപ്പിന്റേതാണെന്നാണ് പുതിയ വാദം. നിലവിൽ DTPCയുടെ കൈവശമുള്ള ഭൂമിയിൽ അനധികൃതമായി പ്രവേശിച്ച് ജണ്ട സ്ഥാപിക്കാനുള്ള വനം വകുപ്പ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമം പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞിരുന്നു. തുടർന്ന് ജില്ലാ ഭരണകൂടം സംഭവത്തിൽ ഇടപെട്ടെങ്കിലും മതിയായ രേഖകൾ നൽകാൻ വനം വകുപ്പിന് സാധിച്ചില്ല. വലിയ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് ഒരു ഫോറസ്റ്റുകാരൻ്റെ ധിക്കാരപരമായ സമീപനം മൂലം അത് തകർക്കാൻ ശ്രമിക്കുന്നു. ഈ ജില്ലയിൽ ഇവിടെ കളക്ടറുണ്ട്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, രാഷ്ട്രീയ നേതൃത്വമുണ്ട്. ഇവരുമായിട്ടൊന്നും ആലോചിക്കാതെ ഒരു ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വന്ന് ഒരു പ്രദേശത്തെ തകർക്കാനും ടൂറിസ്റ്റെ തകർക്കാൻ ശ്രമിക്കുന്ന ആ പരിപാടി നഖശിഖാന്തം എതിർക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. സഞ്ചാരികളുടെ വരവ് കൂടിയതോടെ 1 വർഷം കുറഞ്ഞത് 60 ലക്ഷം രൂപ സർക്കാരിലേക്ക് അടയ്ക്കാൻ DTPCക്ക് കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതിയുടെ ആദ്യഘട്ട ജോലികൾ പൂർത്തീകരിച്ചതിനൊപ്പം 9 റിസോർട്ടുകളാണ് ഇവിടെ തുറന്നത്. ഈ കാലയളവിൽ യാതൊരു തടസ്സവാദവും ഉന്നയിക്കാത്ത വനം വകുപ്പ് 2ാം ഘട്ട നിർമ്മാണങ്ങൾ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഭൂമിയുടെ അവകാശവുമായി എത്തുന്നത് പദ്ധതിയെ തകർക്കാനാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി.